എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ടോവിനോ തോമസ് നായകനായെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ അജയന്റെ രണ്ടാം മോഷണം. ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസം 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ കൂടിയായ ഏറം എന്ന സിനിമയുടെ 4-ാം ദിവസമായി ഇന്നലത്തെ തിരുവോണ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 4-ാം ദിവസമായി ഇന്നലെ 4 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 4 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 15 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 4-ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 34 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഈ വർഷം ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന സിനിമയായി ഇതിനോടകം തന്നെ ARM മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ആസിഫ് അലി നായകനായെത്തി ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ കിഷ്കിന്ദ കാണ്ഡം. ചിത്രത്തിന്റെ 4-ാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ 4 ദിവസങ്ങളിൽ വെച്ച് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ദിവസം ഇന്നലെ തന്നെയായിരുന്നു. 4-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രം ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടുകൂടി കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4.5 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഫിഗർ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 9 കോടി 10 കോടി റേഞ്ചിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെടുന്നതാണ്. ഈ വർഷം ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും വലിയ സിനിമയാണ് ഏറം. പക്ഷേ ഏറമിനേക്കാൾ മികച്ചൊരു അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം മികച്ചൊരു കളക്ഷനിലേക്കും മികച്ചൊരു ട്രെൻഡിങ്ങിലേക്കും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ പെപ്പെ നായകനായി എത്തിയ കൊണ്ടൽ എന്ന സിനിമയാണ്. സെപ്റ്റംബർ മാസം 13-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ കൊണ്ടൽ എന്ന സിനിമയുടെ 3-ാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി ഗ്രോസ് നേടിയ സിനിമ 3-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടുകൂടി ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 1 കോടി 60 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് ഭേദപ്പെട്ട കളക്ഷൻ സ്വന്തമാക്കിയ കൊണ്ടൽ എന്ന സിനിമയുടെ ഇനി വരെ 3 ദിവസങ്ങളെല്ലാം തന്നെ വേറെ നിർണായകമാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 13-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി ഫൺ കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ബാഡ് ബോയ്സ്. ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ ഒരുപാട് താരനിരകളോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബാഡ് ബോയ്സ് എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മുതൽ നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ കിട്ടിയിരുന്നത്. ഇപ്പോഴത്തെ ചിത്രം 3 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 40 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ കേരള ബോക്സ് ഓഫീസിൽ നേടിയ സിനിമ ഇന്നലത്തെ കളക്ഷനോടുകൂടി ചിത്രം 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 70 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്കും ഇനി വരെ 50 ദിവസങ്ങളെല്ലാം തന്നെ വളരെയധികം നിർണായകമാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ദളപതി വിജയുടെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഗോട്ട്. വെങ്കിട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനാക്കി സെപ്റ്റംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മിക്സ്ഡ് ആയിട്ട് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയായ ഗോട്ട് എന്ന സിനിമയുടെ 11-ാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 11-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ ഇനിയും 6 കോടിയിലേക്ക് എത്തപ്പെട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 17 കോടി രൂപയ്ക്ക് കേരളത്തിലേക്ക് തിയേറ്ററിൽ സ്വന്തമാക്കിയ ഗോകുലം ഗോപാലിന് ചിത്രം വൻ നഷ്ടമാണ്. അതേസമയം ഗോട്ട് എന്ന സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇന്നലെയും ചിത്രത്തിന് മികച്ചൊരു ഹോൾഡാണ് നിലനിർത്താൻ സാധിച്ചിരിക്കുന്നത്. 20 കോടി രൂപയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഇന്നലെ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 11 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 170 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് 370 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 11-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 25 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 395 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഇന്നത്തെ കളക്ഷനോടുകൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 400 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.